അപ്പോൾ ഇനി ഞാൻ ഒരു കവിത കൂടി അവതരിപ്പിച്ചുകൊണ്ടാണ് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നത്. കവിതയുടെ പേര് ആത്മഹത്യ എന്നാണ്. നിങ്ങളിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവക്കാം. ഒരു മനുഷ്യനുമില്ല. പക്ഷേ നിങ്ങൾ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് സത്യം. ഈ കവിത അതിലേക്ക് വിരൽ ആത്മഹത്യ. ഗാന്ധിജി വന്നു വീണ്ടും ഇന്ന് മദ്രാസിൽ, കായഗാന്ധിയും പ്രകൃതിയും പണ്ടേ പോലിരിക്കുന്നു. ഇന്നത്തെ രാഷ്ട്രീയക്കാരെ പോലെ ഇന്ന് PSC നാളെ RSP ഇങ്ങനെ മാറുന്ന ആളല്ല ഗാന്ധിജി. അപ്പോൾ ഗാന്ധിജി വന്നു വീണ്ടും ഇന്ന് കൊച്ചിയിൽ, കായഗാന്ധിയും പ്രകൃതിയും പണ്ടേ പോലിരിക്കുന്നു. മുഴുതും ശതം കാര്യം വ്യഗ്രതയ്ക്കിടയ്ക്ക് ഒന്നിച്ചൊഴുതും ജനം തിങ്ങുവാൻ മെയിൻറോഡിൽ കൂടി മെല്ലവേ വടികുത്തി കുത്തി നീങ്ങുന്നു ദേവൻ, പല്ലില്ല ചിറികൊണ്ട് അലുവോച്ചിരിക്കുന്നു. വലിയ പുരോഗതി. അദ്ദേഹം വന്ന് കണ്ടപ്പോഴത്തെയോ വലിയ വലിയ കെട്ടിടമാണ്. വാഹനം തട്ടിമുട്ടിയിട്ട് നടക്കാനൊക്കുന്നില്ല. ഷർട്ടില്ലാത്തൊരു മനുഷ്യനില്ല, ചെരുപ്പില്ലാത്തൊരു മനുഷ്യനില്ല. ഇങ്ങനെ ബാഹ്യമായി വളരെ വളരെയധികം പുരോഗതി അദ്ദേഹം കാണുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം പല്ലില്ല ചിരി കൊണ്ട് വാലുപോൽ ചിരിച്ചത്. അങ്ങനെ നടന്ന് ആളൊഴിഞ്ഞൊരു ഭാഗത്ത് അരികിൽ മൊട്ടത്തലവേലിടും വിയർപ്പൊന്നു തൊട്ടു നിൽക്കുമ്പോഴേക്കും അക്കുടച്ചെവി ഒട്ടുവാർ കിഴക്കയായി പിന്നിൽ സൈക്കിളിൽ മെല്ലത്തെയൊന്ന് അടിപ്പൂത് വർത്താരോ. അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഭയങ്കരമായി സൈക്കിളിൽ മെല്ലത്തെ കേൾക്കുന്നു. എന്നിട്ടോ അടിപ്പൂത് വർത്താരോ. വഴിയിൽ നിന്നും മാറി നിൽക്കുമോ പിൽസേ, പണ്ടേ കുഴിയിൽ പോകേണ്ടതാരത്തിനായി കറങ്ങുന്നു. പയ്യൻ ചോദ്യമാണ്. ഉഗ്രമാം പുച്ഛത്തിന്റെ കണ്ണുകൂട്ടിയും സൈക്കിൾ ചക്രം ആ കൽപ്പത്തിയിൽ കയറുവാടുപ്പിച്ചു ആക്ഷേപച്ചരക്കുമായി മുന്നിൽ വന്നിറങ്ങുന്ന ഒരാക്ഷേമകുമാരനെ കണ്ണുകളാൽ കണ്ടു. നമ്മുടെ ഭാരതത്തിന്റെ ഭാവി കൈകാര്യം ചെയ്യേണ്ട യുവാവ്, ആ യുവാവിനെ കണ്ണുകളാൽ കണ്ടു ഗാന്ധി. കടുവാപ്പടം തിന്നു മുടുപ്പും മുന്നിൽ പക്ഷിക്കുടുവ പിടിപ്പിച്ച തലയും കുളിഗ്ലാസ് മുക്കാലും പുതപ്പിച്ച മുഖവും അതിൽ ചുണ്ടിൽ തൽക്കാലം പിടിപ്പിച്ച ചാർവിനാസിതവറ്റും ഇറുകിക്കാലിൽ പറ്റിച്ചേർന്ന് അഴിഞ്ഞഴിഞ്ഞീലെന്നലയിൽ തർക്കിക്കുന്ന വാറ്റും. അപ്പൊ ഈ കത്തിയിരുന്ന കാലത്ത് ഈ ടൈപ്പാനിന്റെ കാലമായിരുന്നു. ലോവേസ് ടൈപ്പാനിന്റെ. അങ്ങനെ ഇറുകിക്കാലിൽ പറ്റിച്ചേർന്ന് അഴിഞ്ഞഴിഞ്ഞീലെന്നലയിൽ തർക്കിക്കുന്ന വാറ്റും അയതിന്താഴെ മുന്നിലേക്ക് അഗ്രം കോർത്തു വളഞ്ഞ ഷൂസും തോളിൽ തന്നിലൽപ്പം പാടുന്ന ട്രാൻസിസ്റ്ററും നല്ലപോലെ കണ്ടു ഗാന്ധി. നവ്യഭാരതത്തിന്റെ നല്ല നാളവൻ വിധാതാവിനെ കണ്ടു ഗാന്ധി. ഇവനാണ് അടുത്ത ഭാരതം സൃഷ്ടിക്കുവാൻ പോകുന്നത്. ഇങ്ങനെയാ സൃഷ്ടിക്കുന്നത് നോക്കുക. ഏതായാലും ഗാന്ധിയുടെ കാലിലേക്ക് സൈക്കിൾ കയറ്റാൻ വന്നതാണ്. ഞാനാണെങ്കിൽ പിടിച്ചതുകയെങ്കിലും കണ്ടുകൊടുത്തെന്നും വരും. പക്ഷേ ഗാന്ധിയെ സമീപനമായിരുന്നു. എവിടെ പോകുന്നു നീ മകനീ, ചോദിക്കുന്നു ഭവനം സ്നേഹത്തിന്റെ രശ്മിയാൽ കുളിപ്പിച്ചോൻ. എന്തായിരുന്നു ആ പയ്യന്റെ മറുപടി? കെട്ടിത്തൂങ്ങുവാൻ പോകും, ഞാൻ ചാവാൻ പോകും, തെറ്റെന്നവൻ കെട്ടിത്തൂങ്ങുവാൻ പോകുന്നു. അപ്പൂപ്പനെന്തോ വേണം, കെട്ടിച്ചു നൽകാൻ വീട്ടിൽ പെൺമക്കളുണ്ടോ സൈറ്റിൽ. ഇവരിതാണ് അവർ ലൈംഗിക വാർത്തൻ. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ചോദിക്കുന്നതെന്നാണ്. കെട്ടിച്ചു നൽകാൻ വീട്ടിൽ പെൺമക്കളുണ്ടോ സൈറ്റിൽ. ആ കരം പൊങ്ങിപ്പോയി മുക്കുവാൻ
ബ്രിട്ടീഷ് സിംഹം ഭീകരം ഗർജിച്ചിട്ടും പൊത്താത്തൊരാസ്വത്രങ്ങൾ. പക്ഷേ മൃഗമായ സിംഹം അലറിയിട്ട് പോലും ചെവി പൊത്താത്ത ഗാന്ധി ഈ ആധുനിക യുവാവിന്റെ ജിഗുപ്സാമഹമായിരിക്കുന്ന ഈ സംസാരം കേട്ടപ്പോൾ ചെവി പൊത്തുവാൻ കൈ ഉയർത്തിപ്പോയി. പൊത്തിച്ചിട്ടില്ല, കാരണം അടുത്ത തലമുറ തിരിച്ചുള്ള പ്രതീക്ഷയുണ്ട്. ആ കരം പൊങ്ങിപ്പോയി ഒത്തുവാൻ ബ്രിട്ടീഷ് സിംഹം ഭീകരം ഗർജിച്ചിട്ടും പൊത്താത്തൊരാസ്വത്രങ്ങൾ. എന്നിട്ടോ ട്രാൻസിസ്റ്റർ ഉച്ചം മൂളിച്ചോതിനാൽ നോക്കുന്നെന്തേ തന്റെ ശുക്രക്കണ്ണായി തിങ്കൾ വീണ്ടും വീണ്ടും. അവന്റെ കയ്യിൽ ട്രാൻസിസ്റ്റർ ഉണ്ട്. അപ്പൊ ഇത് മകളിങ്ങിന്റെ കാര്യത്തിൽ കവിതയാണ്. അപ്പോൾ നോക്കുന്നെന്തേ തന്റെ ശുക്രക്കണ്ണായി തിങ്കൾ വീണ്ടും വീണ്ടും കൊണ്ടുപോയി കൊടുക്കട്ടെ മോളുമൊത്ത് ഈ സ്ഥാനത്ത് കണ്ടുമുട്ടിടാം നാളെ കോട്ട മുമ്പിൽ ചാറ്റ. നാളെ മോളുമായിട്ടുള്ള വന്നേരെ ഒരു കല്യാണത്തിന്റെ അച്ഛനാണ് എന്റെ. ഏതായാലും സൈക്കിളിൽ കയറാനൊന്നും അവനോടോതി ഗാന്ധി. മക്കളെ പറഞ്ഞില്ല പേര്, നീ ആരെന്ന്. അപ്പോൾ പയ്യന്റെ പ്രതികരണമാണ്, ആളെ കട്ടിപ്പുള്ളി തന്നെ അപ്പൂപ്പൻ. കൊള്ളാമല്ല, കാരണം മോശമല്ല. ആളെ കട്ടിപ്പുള്ളി തന്നെ അപ്പൂപ്പൻ ചൊന്നാൻ നാളെ ഇങ്ങെത്തും മുൻപൻ ജാതകം നോക്കേണമോ. എങ്കിൽ ഞാൻ പറഞ്ഞേക്കാം, പേര് പേരയ്ക്ക, പിന്നെ നാള് നാരങ്ങ, പക്കം പാവയ്ക്ക, പ്രായം പാവ. ഇങ്ങനെ മേൽവിലാസമില്ലാത്തൊരു തലമുറ. അവന്റെ മേൽവിലാസം പറയുവാനില്ല, ധൈര്യമില്ല. അങ്ങനെ മേൽവിലാസം പറയുവാൻ ധൈര്യമില്ലാത്ത, മേൽവിലാസമില്ലാത്ത ഒരു തലമുറ ഉയർന്നു വന്നാൽ ഈ രാജ്യം ഇങ്ങനെയാണ് മുമ്പോട്ട് പോകുക. ഏതായാലും ഇങ്ങനെ ഇത് കുറച്ചൊക്കെ പോകും കവിത, അതുകൊണ്ടത് നീട്ടിക്കാൻ പറയുന്നില്ല. അപ്പോൾ എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ തട്ടുമാർ അവതരിപ്പിക്കും. അതവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എത്ര ലളിതമായിരിക്കുന്ന കാര്യമാണ്, ഗൗരവമുള്ള കാര്യമാണെങ്കിൽ ലളിതമായ ഭാഷയിൽ ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞില്ലെങ്കിൽ അവരുടെ കാര്യമാണെങ്കിൽ പോലും അവരെ അത് ബാധിക്കുകയില്ല. അതുകൊണ്ട് ആളുകൾക്ക് ബോധ്യമാകുന്ന ഒരു ഭാഷയിൽ വേണം വാസ്തവത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ. ഏതായാലും ഈ മദിരാശിയിൽ എന്നെ വിളിച്ച് ഇതുപോലെ ഒരു വലിയ ആദരവ് നൽകിയതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്. അതില് ആശാന്മാരെ പോലെ തന്നെ ഇതിന്റെ വിധികർത്താക്കളുണ്ട്. കാര്യതറിഞ്ഞില്ല, ഇങ്ങനെ ഒരു സമ്മാനം എനിക്ക് നൽകുന്ന വിധികർത്താക്കൾ, ആ വിധികർത്താക്കളോടെല്ലാം നന്ദി പറയുക എന്നുള്ളതാണ്. നന്ദി പറയുക എന്നാണ് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ചടങ്ങുകളുടെ എല്ലാം അർത്ഥം. അങ്ങനെ വരുമ്പോൾ ആശാന്മാരോട് ഞാൻ നന്ദി പറയുന്നു, വിധികർത്താക്കളോട് ഞാൻ നന്ദി പറയുന്നു, എന്നെ കേൾക്കുവാനുള്ള വന്നിരിക്കുന്ന ഈ ബഹുജനങ്ങളോട് ഞാൻ നന്ദി പറയുന്നു. ഞാന് ആളില്ലാത്ത പേരകൾ എന്ന് പറഞ്ഞ ഒരു കവിത എഴുതിയിട്ടുണ്ട്. അതിലെ പ്രധാന കഥാപാത്രം ഒരു പണ്ടാരമാണ്. ആ പണ്ടാരം ഒരിക്കൽ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോഴേക്കും ഒരു വയസ്സൻ നടന്നു വരുന്നു. രൂപയൊക്കെ കയ്യിൽ രൂപയൊക്കെ ഇട്ടാണ് വരുന്നത്. ആ പണ്ടാരം ഞാൻ ആവിഷ്കരിച്ച ആളില്ലാത്ത പേരയിലെ കഥാപാത്രത്തെ പോലെ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും അദ്ദേഹം എന്റെ നേരെയാണ് വരുന്നത്. അപ്പോൾ ഇയാൾക്ക് അത്ര ഭംഗിയുള്ള ആളല്ല, എന്തോ കുഴപ്പമുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നി. ഏതായാലും ഞാൻ ഇടത്തോട്ട് മാറാനും അദ്ദേഹം ഇടത്തോട്ട് മാറും, ഞാൻ വലത്തോട്ട് വന്നു. അവസാനം ഞങ്ങൾ വന്ന് നമസ്കരിച്ചു. അപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു, ഞാന് സാറിന്റെ ആളില്ലാത്ത പേരകൾ എന്ന് പറഞ്ഞ കവിത വായിച്ചു. എന്റെ PF കിട്ടാനായിട്ട് ഞാൻ 3 തവണ അക്കൗണ്ട് ഓഫീസിൽ പോയവനാണ്, കിട്ടിയില്ല. ഈ കവിത കണ്ടപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി എന്തെങ്കിലും നടക്കുമെന്ന്. ഇതാ മിനിഞ്ഞാന്ന് എനിക്ക് ഓർഡർ അടിച്ച് കയ്യിൽ കിട്ടി, സാറിന് 101 നമസ്കാരം. അപ്പോഴേക്കും എനിക്ക് വലിയ വിഷമമായി. കാരണം ഇയാള് ഒരു വശപ്പശുള്ള ഒരാളാണെന്ന് വിചാരിച്ച് ഞാനങ്ങ് മാറി നടന്നവനാണ്.
പക്ഷെ അദ്ദേഹം നല്ല വിവരമുള്ളവരെ വേഷം കുറച്ച് മോശമാണെന്നേ ഉള്ളൂ, നല്ലപോലെ വായനക്കാരൻ, എന്റെ കവിത വായിച്ചവൻ. അങ്ങനെ വന്നിട്ട് അയാൾ പറഞ്ഞു അദ്ദേഹം കാര്യസ്ഥാനത്ത് നന്ദി പറയാനാണ് എന്റെ അടുക്കിലേക്ക് വരുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറിന് 101 നമസ്കാരം. അപ്പൊ ഞാൻ 100 സാറിന് നമസ്കാരം എന്നാ പറയുന്നത്, 100 നമസ്കാരം, 101 നമസ്കാരം എന്താ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ, അത് പിന്നെയും വല്ലതും ഉണ്ടോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോഴേക്കുമാണ് അദ്ദേഹത്തെ കവിതയിൽ ചില ലൈനൊക്കെ ചൊല്ലുന്നു. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു, അങ്ങേക്ക് 102 നമസ്കാരം എന്ന് പറഞ്ഞു. അല്ലയോ ശരി, നിങ്ങൾക്ക് എന്റെ കൃതജ്ഞതാ നിർഭരമായിരിക്കുന്ന 103 നമസ്കാരം.